കൂട്ടുകാരെ, ചുന്യൂസുകൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഒരുങ്ങി നിൽക്കുന്നതിന് എന്താ അറിയോ? ഇന്ന് കാരക്കോട്ടത്തെ ഉത്സവമാണ്. അതുകൊണ്ട് ഞങ്ങള് എല്ലാരും കൂടി അമ്പലത്തേക്ക് പോവാണ്. ബാക്കിയൊക്കെ തുടരെ അറിയാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കാരക്കോട് അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇത് ചേച്ചീൻ്റെ കുട്ടിയാണ്. ചേച്ചിയൊക്കെ അമ്പലത്തിലേക്ക് വരും. അമ്മയും അച്ഛനും ഏട്ടനും കൂടി രാവിലെ പോയി തൊഴുതു പോന്നു. ഞങ്ങൾ മാത്രം പോയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ 10 മണിയാവാനായി. ഞങ്ങൾ പോകണേ ഉള്ളൂ. ഞങ്ങൾ പോണത് നടന്നിട്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി സൈഡാക്കാനൊന്നും പറ്റില്ല. കാരണം ഒരുപാട് തിരക്കുണ്ടാവും. നമ്മൾ വിചാരിക്കാത്തതിൻ്റെ അപ്പുറം തിരക്കുണ്ടാവും. പിന്നെ വണ്ടി തിരിക്കണമെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരും കൂടി നടന്നു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഏട്ടനും ഞാനും കൺമണിയുണ്ട്, പിന്നെ ചുഞ്ഞു, പിന്നെ അനിരുദ്ധും കൂടി. അനിരുദ്ധ് മീൻസ് ചേച്ചീൻ്റെ കുട്ടി കേട്ടോ. അപ്പോൾ അവനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് പോവാണ്. നല്ല രസമാട്ടോ ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഞങ്ങൾ നടന്ന് ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇത് പോകുന്ന വഴി മൊത്തം നമുക്കൊരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന മാതിരി തോടും പുഴയും എല്ലാം കൂടിയ സ്ഥലത്തു കൂടെ ആയിട്ട് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. കണ്ടോ, ഇത്രയും തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പം രാവിലത്തെ ഏകദേശം പരിപാടികളൊക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളിതിപ്പം ഫസ്റ്റത്തെ ചെണ്ടമേളൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. തൊഴുത് വന്നതിന് ശേഷമാണ് നമ്മുടെ അമ്പലത്തിൽ കുറച്ച് കുട്ടികൾ ചെണ്ടം പഠിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളുടെ അരങ്ങേറ്റം കൂടിയായിരുന്നു ഉത്സവത്തിൻ്റെ അന്ന്. അങ്ങനെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിനായിട്ട് പോയി. അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ഒന്നുമല്ല, ക്യൂ ഒക്കെ കിടക്കണതേ ഉള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാട് ചില കുട്ടികളുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടെ എത്തിപ്പെട്ടത്. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ, നമ്മൾ ചുന്യൂസിന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. മാലയിൽ കാണുന്ന മാലയ്ക്കൊക്കെ 50 രൂപയുള്ളായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതിന് 150 രൂപ 200 രൂപയൊക്കെയായിരുന്നു. ആ റേഞ്ചിലായിരുന്നു മാലയ്ക്കൊക്കെ. പിന്നെ ഞങ്ങൾ അതിൽ നിന്നൊരു മാല എടുത്തു. പിന്നെ ബട്ടർഫ്ലൈൻ്റെ കാണിച്ചില്ലേ, അതിൻ്റെ ചുന്യൂസിന് ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. പിന്നെ ക്ലിപ്പ്, അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് പിന്നെ ചുന്യൂസിനാണെങ്കിൽ കാണുന്നത് മൊത്തം വേണമായിരുന്നു. എന്താ എടുക്കേണ്ടതെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ കൺഫ്യൂഷനും. പിന്നെ ഞങ്ങൾ കുറച്ച് കച്ചറൊക്കെ കൂടിയിട്ട് ഒരുമാതിരി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കൺമണിക്ക് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ കൺമണിക്ക് കളിപ്പാട്ടം വാങ്ങേണ്ടി വന്നതാണ്. അപ്പോഴും നമ്മുടെ 2 ആനക്കുട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരെയും കണ്ട് ഞങ്ങൾ കൺമണിക്കും ചുന്യൂസിനൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കാരണം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ചോറ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോകുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രിയിൽ തിരിച്ചു പോയി. ഞാനും ഏട്ടനും കൺമണി പിന്നെ ചേച്ചിയും ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. ചുഞ്ഞൂനെയും അനിരുദ്ധിനെയൊന്നും കൊണ്ടുപോയില്ല. കാരണം വെച്ചാൽ കുട്ടികളല്ലേ വീട്ടിലിരുന്നോട്ടെ ശേഷം. അങ്ങനെ പിന്നെ ഞങ്ങളൊരു പൈനാപ്പിളൊക്കെ തിന്നു. ഇതൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ പൈനാപ്പിളൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് വന്നിട്ടോ. ഇത് നമ്മളെ എഴുന്നള്ളത്ത് തിരിച്ച് റിട്ടേൺ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയതാണ്. അതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. നല്ല രസമുണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് രാത്രിയിൽ അവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകണത്. മറ്റേത് നമ്മൾ പകൽ പോയി പോരുക എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ അമ്പലത്തിൽ രാത്രിയത്തെ പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു ഉത്സവം. ബാക്കി നമുക്ക് വിശേഷങ്ങൾ കണ്ടു നോക്കൂട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.